സാധ്യത കൂടുതൽ ബി ജെ പി തന്നെ ജയിക്കണമെന്നുള്ള സാധ്യതയാണ് നമുക്കുള്ളത്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഭരിച്ച് മുടിച്ച് വച്ചിരിക്കുന്നതുകൊണ്ട് ബി ജെ പി തന്നെ ജയിക്കണമെന്നുള്ള താല്പര്യക്കാരനാണ് നമുക്ക് ജനങ്ങൾക്ക് മൊത്തമുള്ളത്. ആർക്കായാലും ഞാൻ സാധുവല്ലേ ആക്കുള്ളൂ. അതുകൊണ്ട് എനിക്കറിയേണ്ട ആവശ്യമില്ല. ആരായാലും എനിക്കൊരു പ്രയോജനമൊന്നുമില്ലല്ലോ. നമ്മളെ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ഒരു സാഹചര്യത്തിൽ പോയതാണ്. തവണ തിരിച്ചു കിട്ടും എന്നാണ്, നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് നമ്മൾ. നമസ്കാരം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. അതിൽ ഒരു സംശയവും വേണ്ട. നമ്മളിപ്പോൾ നിൽക്കുന്നത് വാമനപുരം മണ്ഡലത്തിലാണ്. ഇവിടുത്തെ ജനങ്ങളോട് നമുക്ക് വിജയസാധ്യത ആർക്കാണ് കൂടുതലെന്ന് ചോദിച്ചറിയാം. ചേട്ടാ, ഇവിടുത്തെ ഇലക്ഷൻ മത്സരത്തിൽ ആരായിരിക്കും ജയിക്കാൻ സാധ്യത? ഇലക്ഷനെ കുറിച്ച് ഇതുമില്ല. വോട്ടുണ്ട്, എന്നാലും എനിക്ക് അങ്ങനെ ഇതൊന്നുമില്ല. ജയിക്കണമെന്നോ ഒരു ഉറപ്പില്ല. ആർക്കായിരിക്കും കൂടുതൽ കിട്ടാൻ? എനിക്ക് അങ്ങനെ അറിഞ്ഞൂടാ ആരാണെന്ന്. ഞാൻ ഇലക്ഷനായിട്ട് ഒരു ബന്ധമായിട്ടുള്ള ഇതില്ല, അറിയത്തില്ല. ഈ വരുന്ന ഇലക്ഷനിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? എനിക്കറിയത്തില്ല. ആർക്കായിരിക്കും വിജയസാധ്യത കൂടുതൽ തോന്നുന്ന ആർക്കായിരിക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെ പറ്റിയൊന്നും ധാരണയില്ല. വിജയസാധ്യത ആരായിരുന്നാലും ഇലക്ഷൻ കൂടുതൽ പ്രവർത്തിക്കണം, അവർ ജയിക്കും. അതേ പറയാൻ പറ്റുള്ളൂ. എല്ലാം ത്രികോണ മത്സരം, ഒപ്പം നിൽക്കുക. ആ, എന്നാലും അങ്ങനെയല്ല, അങ്ങനെ ഒറ്റ പേര് പറഞ്ഞുകൂടാ, അങ്ങനെ പറഞ്ഞുകൂടാതെ. എനിക്ക് പറയാൻ അങ്ങനെ അനുവദിക്കുക. കാരണം ഞാൻ നമ്മളെ പാർട്ടി ആൾക്കാരാണ്. വരുന്ന ഇലക്ഷനിൽ ആരായിരിക്കും ജയിക്കാൻ സാധ്യത? ഇതുകൊണ്ടിറങ്ങിയില്ല. ആരാണ് സാധ്യത എന്നൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ലേ അറിയാൻ പറ്റും. എനിക്ക് ഇത്രയൊക്കെ അറിയില്ലേ. വരുന്ന ഇലക്ഷനിൽ ആരായിരിക്കും? ഞാൻ ഡിവൈഎഫ്ഐക്കാരനാണ്. അല്ല, എന്റെ ഒരു ഇതിൽ പറയണെങ്കിൽ വിജയ് ആയിരിക്കും. എങ്ങനെയായിരിക്കും? വിജയ് ജയിക്കുന്ന ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പം അടൂർ പ്രകാശിന് സാധ്യത ഇല്ലെന്നാണോ? നമ്മളെ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ഒരു സാഹചര്യത്തിൽ പോയതാണ്. തവണ തിരിച്ചു കിട്ടും എന്നാണ്, നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് നമ്മൾ. വരുന്ന ഇലക്ഷനിൽ ആർക്കാർക്കും വിജയസാധ്യത കൂടുതലുണ്ടോ? വിജയസാധ്യത കൂടുതൽ വരാൻ സാധ്യത എന്ന് പറയുമ്പം പിന്നെ UDF ആയിരിക്കാനാണ് സാധ്യത. അടൂർ പ്രകാശ് സാറ് വിജയിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. അടൂർ പ്രകാശ് വിജയിക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും അവര്. UDFന്റെ മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഉമ്മൻചാണ്ടി സർക്കാരൊക്കെ ഇരുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം LDF മാറ്റങ്ങളൊക്കെ ഒരുപാട് വരുത്തി, ഇല്ലെന്നല്ല. അപ്പൊ അടുത്ത ഇലക്ഷൻ പിന്നെ വിജയസാധ്യത കൂടുതൽ കാണുന്നത് UDFന്റെയാണ് കാണുന്നത്. എന്നാണ് തോന്നുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കാർക്കും വിജയസാധ്യത കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത്? ജോയി തന്നെ ജയിക്കുന്നതാണ് ഞാൻ LDF പ്രവർത്തകനായ എനിക്ക് പറയാനുള്ളത്. പിന്നെ ആര് ജയിക്കുന്നു എണ്ണീറ്റ് എന്നാലും എന്താ കണക്കൂട്ടൽ LDF 100%. ഓക്കെ. വരുന്ന തെരഞ്ഞെടുപ്പില് ആർക്കാർക്കും വിജയസാധ്യത കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത്? ആർക്കായാലും ഞാൻ സാധുവല്ലേ ആക്കുള്ളൂ. അതുകൊണ്ട് എനിക്കറിയേണ്ട ആവശ്യമില്ല. ആരായാലും എനിക്കൊരു പ്രയോജനമൊന്നുമില്ലല്ലോ. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കാർക്കും വിജയസാധ്യത കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത്? എല്ലാവരും ഒരേ കണക്ക് നിൽക്കുകയാണ്. 3 എണ്ണം ഒരേ ഇതിലും മെച്ചപ്പെട്ടവരാണ്. ഒന്നും പറയാൻ കഴിയും. ത്രികോണ മത്സരമായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. ത്രികോണ മത്സരമെന്ന് ചോദിച്ചാൽ അതെ അല്ലേ, ആയിരിക്കും.
അതൊന്നും പറയാൻ ഒക്കില്ല. നമ്മളെ എന്തായാലും പറയാ, ഇവിടെ ഇപ്പം കോൺഗ്രസ് അല്ലേ നമുക്ക് കഴിഞ്ഞതിനൊക്കെ നിന്ന് ഇലക്ഷനാണ്. പറയുന്നത് വേറെ ഒന്നുമല്ല, അത് പിന്നെ BJP എല്ലാരും പറയുന്നത്. BJP ജയിക്കുമെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല, പറയുന്ന ഇതാണ്. എന്തായാലും പൊരിഞ്ഞ ഒരു ഇതായിരിക്കും, പൊരിഞ്ഞ ഒരു ഇലക്ഷൻ ആയിരിക്കും, എല്ലാത്തവണ കണക്കല്ല. തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും വിജയ സാധ്യത കൂടുതലുണ്ടാകും? അടൂർ പ്രകാശൻ. അടൂർ പ്രകാശിന്റെ ഈ ജോയിക്ക് സാധ്യത ഇല്ലെന്നാണ് സാധ്യത അതിനെപ്പറ്റി കൂടുതൽ അടൂർ പ്രകാശ് ജയിക്കുമെന്ന് 100% ഉറപ്പുണ്ട്. അടൂർ പ്രകാശ് ജയിക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. മാറ്റം ഉണ്ടാവും. ഉറപ്പാണ്. ഉറപ്പ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും വിജയ മുരളി സാർ ജയിക്കുന്നത്. മുരളി സാർ ജയിക്കും, ഉറപ്പാണ്. ഉറപ്പാണ്, 100% ഉറപ്പാണ്. കറക്റ്റ്. ഓക്കെ. തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ജയിക്കാൻ സാധ്യത കൂടുതൽ? സാധ്യത കൂടുതൽ BJP തന്നെ ജയിക്കണമെന്നുള്ള സാധ്യതയാണ് നമുക്കുള്ളത്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഭരിച്ച് മുടിച്ച് വച്ചിരിക്കുന്നതുകൊണ്ട് BJP തന്നെ ജയിക്കണമെന്നുള്ള താല്പര്യക്കാരനാണ് നമുക്ക് ജനങ്ങൾക്ക് മൊത്തം ഉള്ളത്. BJP ജയിച്ച ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. ഉറപ്പാണ്. ഇപ്പൊ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റേ BJP ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് BJP തന്നെ ജയിക്കണമെന്നുള്ള താല്പര്യക്കാരാണ് നമ്മളെ ജനങ്ങൾ കംപ്ലീറ്റ്. എന്ന് മാത്രമല്ല, ഈ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പൊ 6000 രൂപ വെച്ച് മറ്റേ പ്രധാനമന്ത്രി കൊടുക്കുന്നുണ്ട്. അത് നല്ല ഒരു കേസല്ലേ. അപ്പൊ അതുകൊണ്ട് BJP തന്നെ ജയിക്കണമെന്നുള്ള താല്പര്യക്കാരനാണ് നമുക്ക്. 100% ഉറപ്പായിട്ടാണ് പറയണത്. ജയിക്കണമെന്നാണ് പറയണത്, ഇല്ലെങ്കിൽ ജയിപ്പിക്കണം. വരുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും വിജയ സാധ്യത? ഒന്നും പറയാൻ പറ്റില്ല. വീണ്ടും ഇത് തന്നെ വരണമെന്നേ പറയുള്ളൂ, അത്രേ പറയൂ. വേറെ പറയാനില്ല. അല്ലല്ല, അതുകൊണ്ടാ പറയുന്നത്. ചോദ്യത്തിനനുസരിച്ചാണ്. വീണ്ടും ഇതേണക്കുള്ള ഭരണം തന്നെ വരണമെങ്കിലും ജനങ്ങൾ പഠിക്കുള്ളൂ. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളേ. ഈ ഭരണത്തില് സന്തോഷം, ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിയാണ്. ഇത് തന്നെ തുടർന്ന് പോണം. ഇത് തന്നെ വരണം. ചേട്ടാ, വരുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും വിജയ സാധ്യത കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത്? വിജയ സാധ്യത ഇപ്പോഴത്തെ രീതിയിലാണ് LDF-നായിരിക്കും. ഉറപ്പാണ്, എന്റെ ഉറപ്പാണ്. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. അടൂർ പ്രകാശിന് സാധ്യത ഇല്ലെന്നാണ്. സാധ്യത കുറവാണ്, ഉറപ്പായിട്ടും കുറവാണ്. ഇപ്പൊ ജോയി വിജയിക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഉറപ്പായിട്ടും കൊണ്ടുവരും. കാരണം നമുക്ക് ഉറപ്പായിട്ട് നമ്മളെ ഈ മണ്ഡലത്തിലുള്ള ആളാണ്, അടൂരിലുള്ള. എന്തായാലും ഉറപ്പായിട്ടും അത് കൊണ്ടുവരും. നല്ല രീതിയിൽ പ്രവർത്തിക്കും. നമ്മളെ വിശ്വാസത്തിൽ പറ്റും. അതായിരിക്കും ഉറപ്പ്. ചേട്ടാ, വരുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും വിജയ സാധ്യത കൂടുതൽ ഉണ്ടാകുന്നത്? ഇവിടെ വരണമെങ്കിൽ മറ്റേ അടൂർ പ്രകാശിന് വരാൻ ചാൻസ് ഉള്ളു. എന്താ പറയുക, കാര്യം ഇത് മുമ്പേ ഉള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ അങ്ങനെയാണ്. അതിനുള്ള മുൻതൂക്കം ആള് കുഴപ്പമില്ല. ചെയ്ത സ്ഥലങ്ങളിലൊക്കെ വൃത്തിയായി ചെയ്ത ഞാനും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചെയ്ത റോഡൊക്കെ നല്ല പണിയായിട്ട് ചെയ്ത് ഇട്ടേക്ക് തന്നെ വരെ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഈ ഇപ്പോഴത്തെ ഇതനുസരിച്ച് മിക്കവാറും വീണ്ടും കോൺഗ്രസിന് തന്നെ ഇവിടെ സീറ്റ് കിട്ടുമെന്നാണ് ഉറപ്പൊന്നുമില്ല. തുടരും. ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ കുറച്ച് സ്ഥലങ്ങളിൽ ചെയ്തതൊക്കെ വൃത്തിയായിട്ട് കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്ത് വെച്ചേക്കണത്. ചിലപ്പോൾ ഇനി വിജയിക്കുകയാണെങ്കിൽ ചിലപ്പം ഈ കുറേ സ്ഥലങ്ങളുടെയൊക്കെ പണികളുണ്ട്, അതുകൂടെയൊക്കെ ചെയ്യുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. അതൊരു നല്ലൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു ജനപിന്തുണയും ഉണ്ട്. കുറച്ച് നല്ല പ്രവൃത്തി ചെയ്തതുകൊണ്ട്. അത് മുമ്പേ ഒരു MP ഒക്കെ ഇരുന്ന സമയത്ത് ഇതണക്ക് ഒരു പ്രവർത്തനം വന്നിട്ടില്ല. പിന്നെ അത് ഇപ്പോഴൊരു MP അടുത്ത് വന്നുമ്പോൾ നമുക്ക് അതിൻ്റെ ഉപയോഗങ്ങൾ വന്നിട്ടുണ്ട്. ചില കാര്യങ്ങളുണ്ട്, ഉപയോഗങ്ങളുണ്ട്. ഇനി അറിയാൻ അടുത്തതിന് എങ്ങനെയാണെന്ന് അറിയാം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരമാണ് നടക്കാൻ പോകുന്നതെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കാത്തിരുന്ന് കാണാം ഇവിടത്തെ മത്സരം. ക്യാമറാമാൻ സുധീഷ് വെള്ളാഞ്ചിറയ്ക്കും സാരഥി അരുണിനുമൊപ്പം റിപ്പോർട്ടർ സാരംഗി, സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.